നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മന്ത്രിമാർക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിശാല പദ്ധതി അവതരിപ്പിച്ചു. വികസനം, നിലവിലെ പദ്ധതിയുടെ പുരോഗതി, ഇലക്ഷൻ പ്രചാരണ രീതി, സോഷ്യൽ മീഡിയ ഇടപെടൽ തുടങ്ങിയവയും ചർച്ചയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്മിലുള്ള കൂടിക്കാഴ്ച 3 മണിക്കൂറോളം നീണ്ടുനിന്നു. LDFന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കും. സേഫ് സൈനുലാബ്ദീൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സേഫ്, 100 സീറ്റ് എന്ന പ്രഖ്യാപനത്തിലായിരുന്നു UDF നീക്കം. ഒരു പടി കടന്ന് മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത് 110 സീറ്റാണ്. എന്തൊക്കെയാണ് ഈ 3 മണിക്കൂർ നീണ്ട ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്തൊക്കെയാണ്? എന്താണ് LDFന്റെ പ്ലാൻ? മന്ത്രിമാർക്ക് മുന്നിൽ എന്താണ് കാര്യമെന്ന് മുഖ്യമന്ത്രി രാവിലെ വിശദീകരിച്ചിരുന്നില്ല. വൈകിട്ട് ഒന്ന് ഒരുമിച്ചിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രിമാർക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ കണ്ടുള്ള ഒരു വിശാല പദ്ധതി തന്നെയാണ് അവതരിപ്പിച്ചത്. ലക്ഷ്യം 110 സീറ്റാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റ് എന്തായാലും ഇത്തവണ നേടണം എന്നുകൂടി മുഖ്യമന്ത്രി യോഗത്തിൽ പറയുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ സമഗ്ര മേഖലകളുമായി ബന്ധപ്പെട്ട വികസന കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും തൊടുന്ന രീതിയിലുള്ള ഒരു പദ്ധതി അവതരണമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിലെ പദ്ധതികളുടെ പുരോഗതി, ഇലക്ഷൻ പ്രചരണ രീതി, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ എങ്ങനെ വേണം, ഈ ഓരോ മേഖലകൾ തിരിച്ച് ആ മേഖലകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച ഒരു വിശാല പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് വൈസ് കണക്ക് പോലും അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയ ചില മണ്ഡലങ്ങളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ സകല മേഖലകളും ഉൾപ്പെടുന്ന അവതരണത്തിനൊപ്പം തന്നെ 50 ദിവസം കൊണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കണം. വിജ്ഞാപനം വരാൻ വേണ്ടി ഇനി 50-60 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇത് 50 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട്. അതുകൂടി ക്രോഡീകരിച്ചായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് മന്ത്രിമാർ പറയുന്നത്. ഇത് 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മന്ത്രിമാർ കൂടി ഇതിന്റെ ഭാഗമായി മാറുകയാണ്. 50 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജീന, ശരി സൈഫ്, ഏതായാലും 3 മണിക്കൂർ നീണ്ട ചർച്ചയാണ് അവസാനിച്ചത്. മുഖ്യമന്ത്രി വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു മന്ത്രിമാർക്ക് മുന്നിൽ. ഏതായാലും 110 സീറ്റ് എന്ന ലക്ഷ്യമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം ഉടൻ ഉണ്ടാകുമെന്നാണ്, ഈ മാസം പകുതിയോടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സേഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.